നമസ്കാരം. ലബനോണിൽ ബേസ് ചെയ്തുകൊണ്ട് ഇസ്രയേലിനെതിരെ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന ഹെസ്ബുള്ളയുടെ തലവനായ ഹസൻ നസറുള്ള ഇസ്രയേൽ എയർഫോഴ്സിൻ്റെ കനത്ത ബോംബിങ്ങിൽ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ഹസൻ നസറുള്ളയും അതുപോലെ ഹിസ്ബുള്ളയുടെ മറ്റു പല ടോപ്പ് ലെവൽ നേതാക്കന്മാരും ഉണ്ടായിരുന്ന ഹിസ്ബുള്ളയുടെ ഹെഡ് ക്വാർട്ടേഴ്സിന് നേരെ ഇസ്രയേൽ എയർഫോഴ്സ് നടത്തിയ കനത്ത ബോംബാക്രമണത്തിലാണ് ഹസൻ നസറുള്ളയും അവരുടെ കൂട്ടാളികളും കൊല്ലപ്പെട്ടത്. ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടതോടുകൂടി ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരവാദ സംഘടനയായ ഹിസ്ബുള്ളയുടെ നടുവൊടിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ. ഇസ്രയേലിനെതിരെ യുദ്ധം ചെയ്യാനും ഇസ്രയേലിന് എല്ലായ്പ്പോഴും ഭീഷണി സൃഷ്ടിക്കുവാനും വേണ്ടി ഇറാൻ സൃഷ്ടിച്ചെടുത്ത ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനക്കും ഹമാസ് എന്ന ഭീകര സംഘടനക്കും ആയുധങ്ങളും പണവും മിലിറ്ററി ട്രെയിനിങ്ങും നൽകിക്കൊണ്ടിരിക്കുന്നത് ഇറാൻ തന്നെയാണ്. അങ്ങനെയുള്ള ഇറാൻ എന്ന രാജ്യത്തിന് ഇപ്പോൾ ഹിസ്ബുള്ളയുടെയും ഹമാസിൻ്റെയും അതിദയനീയമായ പതനം നഗ്നവേനിയിൽ നോക്കിക്കാണാൻ മാത്രമേ ഇപ്പോൾ സാധിക്കുന്നുള്ളൂ. ഇറാൻ ഗവൺമെൻറ്റിന് നന്നായി അറിയാം ഹിസ്ബുള്ളയെയും ഹമാസിനെയും ഇപ്പോൾ നാമാവിശേഷമാക്കിക്കൊണ്ടിരിക്കുന്ന ഇസ്രയേൽ മിലിറ്ററിക്കെതിരെ ഇറാൻ മിലിറ്ററി എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണം നടത്തിയാൽ അത് ഇറാൻ്റെയും പരിപൂർണ പതനത്തിലേക്കായിരിക്കും അവസാനിക്കുക. ഇസ്രയേൽ മിലിറ്ററിയുടെ ആയുധ പ്രഹരശേഷി ഏറ്റവും നന്നായി അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഇറാൻ ഗവൺമെൻറ്റും ഇറാൻ മിലിറ്ററിയും ഇസ്രയേൽ മിലിറ്ററിക്കെതിരെ തിരിയാത്തതും അവർക്കെതിരെ ഒരു തുറന്ന യുദ്ധം പ്രഖ്യാപിക്കാത്തതും. ഒക്ടോബർ 7, 2023 2000-ഓളം വരുന്ന ഹമാസ് ഭീകരവാദികൾ ഇസ്രയേലിലേക്ക് ഇരച്ചു കയറി 1000-ലധികം ഇസ്രയേലികളെ കൊലപ്പെടുത്തുകയും 200-ന് മുകളിൽ ഇസ്രയേലികളെ ബന്ദിയാക്കുകയും ചെയ്തിരുന്നു. ഈ ക്രൂരമായ സംഭവത്തിന് ശേഷം ഹമാസ് എന്ന ഭീകര സംഘടനയെ ഈ ഭൂമുഖത്ത് നിന്നും തുടച്ചു നീക്കും എന്ന് പ്രതിജ്ഞ ചെയ്ത ഇസ്രയേൽ അവരുടെ യത്നം ഗാസയിൽ ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അതുകൂടാതെ ലബനോണിൽ ബേസ് ചെയ്തുകൊണ്ട് ഇസ്രയേലിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഹിസ്ബുള്ളയെയും തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രയേൽ ഇപ്പോൾ.